ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എക്സലാണ് പഠിക്കുന്നത്. എക്സൽ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിൽ എക്സൽ ക്ലിക്ക് ചെയ്താൽ മതി. മൈക്രോസോഫ്റ്റ് ഓഫീസ് സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിൽ ബ്ലാങ്ക് വർക്ക് ബുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആവും. ഇതാണ് എക്സലിൻ്റെ വിൻഡോ. എക്സലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പം ഒരു ഓഫീസ് ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേർഡും എക്സലും അറിഞ്ഞിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം കാര്യങ്ങളാണ് നമ്മൾ എക്സലിൽ പഠിക്കുന്നത്. എക്സൽ എന്ന് പറയുന്നത് ഒരു വർക്ക് ബുക്കാണ്. അതിൽ കാൽക്കുലേഷൻസൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഡാറ്റാസ് കൂടുതൽ എൻട്രി സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ കൂടുതൽ എൻട്രി ചെയ്യാൻ എളുപ്പം എക്സൽ തന്നെയാണ്. വേർഡ് നമ്മൾ കൂടുതൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ. പിന്നെ ഡോക്യുമെൻറ്റ്സ് ടൈപ്പ് ചെയ്യുക അതൊക്കെയാണ് നമ്മൾ വേർഡിൽ ചെയ്യുന്നത്. എക്സലിൽ നമ്മൾ കൂടുതലും കാൽക്കുലേഷൻ പർപ്പസ്, ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സലിൽ ചെയ്യുന്നത്. എക്സലിൽ ഷീറ്റ് 1 ആണ് ഇപ്പം ആക്റ്റീവായി നിൽക്കുന്നത്. ഓരോ ഷീറ്റിനകത്തും ഒരുപാട് കോളം എന്ന് പറയുന്നത് ABCD കൊടുത്തിരിക്കുന്നതാണ് കോളംസ്. അതുപോലെ 1 2 3 4 5 ആ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത് റോസാണ്. ഇങ്ങനെയുള്ളത് റോസും ഇങ്ങനെയുള്ളത് കോളംസും അങ്ങനെയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് എക്സലിലെ ഓരോ ഷീറ്റും. ഈ ഷീറ്റിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നത് ഒരു സെല്ലായിരിക്കും. അതായത് കോളം റോയും കൂടി കൂടുന്നതാണ് ഒരു സെല്ലെന്ന് പറയുന്നത്. ആ സെല്ലിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത്. പല കാര്യത്തിനും അത് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെല്ലിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെല്ലിൻ്റെ അഡ്രസ്സ് ഇവിടെ ഈ ഒരു നെയിം ബോക്സിനകത്ത് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പം ആക്റ്റീവായി നിൽക്കുന്നത് H13 ആണ്. ഇതൊക്കെയാണ്. അതായത് H13 എന്ന് പറയുന്നത് കോളം അഡ്രസ്സ് H ആണ് ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്നത്. അതുപോലെ ഇത് റോ അഡ്രസ്സ് 13 അതാണ് ആ നെയിം ബോക്സിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പം നെയിം ബോക്സിൽ നോക്കാതെ തന്നെ നമുക്കിപ്പം എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ് ഇത് K5 ആണിതെന്ന്. ഓക്കെ, ഇനിയിപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഇതിൽ നോക്കിയാൽ മതി. K5 സാധാരണ ഞാൻ പറഞ്ഞു ഇത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, കുട്ടികളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ കുട്ടികളുടെ ഡീറ്റെയിൽസാണ് നമുക്ക് എക്സലിൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ക്ലാസ് 1 കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം ഒരു ഷീറ്റിനകത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ക്ലാസ് 2 സെയിം ബുക്കിനകത്ത് തന്നെ വേറൊരു ഷീറ്റിനകത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ ഷീറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ താഴെ കണ്ടോ ഷീറ്റ് 1 ആണ് ഇപ്പം ആക്റ്റീവായി നിൽക്കുന്നത്. കൂടുതൽ ഷീറ്റ്സ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ ഷീറ്റ് എന്നോ ഈ പ്ലസ് സിമ്പൽ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പുതിയ ഷീറ്റ് ഓപ്പൺ ചെയ്തു. ഷീറ്റ് 2 ഇപ്പോൾ നമുക്ക് ഷീറ്റ് 1 വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യാം. ഷീറ്റ് 2 വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും വർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ കൂടുതൽ ഷീറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ഡാറ്റാസ് എൻട്രി ചെയ്ത് നോക്കാം. ഞാനിപ്പം സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ക്ലാസ് 1 സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. ഇപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ടൈപ്പ് ചെയ്യുമ്പം ഇവിടെ എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ അടുത്ത സെല്ലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കീബോർഡിലുള്ള ആരോ കീസ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം ഇങ്ങോട്ട് പോകണമെങ്കിൽ ലെഫ്റ്റ് ആരോ, ഇങ്ങോട്ടാണെങ്കിൽ റൈറ്റ് ആരോ, മുകളിലേക്കാണെങ്കിൽ അപ്പ് ആരോ, ഡൗൺ ആരോ, ആ ഒരു രീതിയിൽ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കൊരു സെല്ല്, ഇപ്പോൾ ഇതൊരു സെല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ സെല്ല് നമുക്ക് എഡിറ്റ് ചെയ്യണം. ഇതിലിപ്പം ക്ലാസ് 2 സ്റ്റുഡൻറ്റ് ഡീറ്റെയിലാണ് കൊടുക്കേണ്ടത്. ക്ലാസ് 1 മാറ്റിയിട്ട് ഒന്നുകിൽ നമുക്കിത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടാമത് ടൈപ്പ് ചെയ്യാം. അല്ലാതെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ കേഴ്സർ വരും. അവിടെ നമുക്ക് 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഞാൻ ക്ലാസ് 1 തന്നെയാണ് കൊടുക്കുന്നത്. സെല്ല് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അഡ്മിഷൻ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്, നെയിം കൊടുത്തിട്ടുണ്ട്, ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ സീരിയൽ നമ്പർ എന്നുള്ളത് SSL ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് SL മാത്രം കൊടുത്താൽ മതി. സീരിയൽ നമ്പറിന് ഒരു ഷോർട്ട് ഫോം ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു S നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ അവിടെ കഴ്സർ വരും. നമുക്ക് എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്യുക, എൻറ്റർ ചെയ്യുക. അതാണ് ഒരു സെല്ല് എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ സെല്ല് എഡിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമുക്കിപ്പം ഈ കോളത്തിൽ ഈ അഡ്മിഷൻ നമ്പർ എന്നുള്ളത് ഇപ്പം ഇവിടെ നെയിം ഓഫ് ദ സ്റ്റുഡൻ്റ് എന്ന് നമുക്ക് അടിക്കണം. ഇപ്പം നെയിം ഓഫ് സ്റ്റുഡൻറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തു. നെയിം ഓഫ് സ്റ്റുഡൻറ്റ് കൊടുത്തു, എൻറ്റർ ചെയ്തു. ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് നെയിം ഓഫ് എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ആ കോളത്തിനകത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ കോളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനുവേണ്ടി ഇവിടെ നോക്കിയാൽ മതി, ഈ ഒരു സിമ്പൽ കാണിക്കുമ്പം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഈ ഒരു സിമ്പൽ, ഈ ഒരു പ്ലസ് സിമ്പൽ കാണിക്കുമ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കോളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാം. വലുതാക്കാൻ വേണ്ടിയിട്ട്, കോളമിൻ്റെ വിഡ്ത്ത് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്, കോളം വലുതാക്കാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഈ കോളം നമുക്ക് കുറച്ച് വലുതാക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ D എന്നുള്ള കോളം വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പ്ലേസിൽ വെക്കുമ്പോൾ ഇതുപോലെ പ്ലസ് സിമ്പൽ കാണിക്കും. ആരോ സിമ്പലല്ല, ഈ ഒരു സിമ്പലല്ല, ഇതുപോലെ പ്ലസ് സിമ്പൽ ആ ഒരു ലൈനിൽ വെക്കുമ്പോൾ ആ ലൈൻ നമുക്ക് ഇങ്ങനെ നീക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ നെയിം ഓഫ് സ്റ്റുഡൻ്റ് എന്നുള്ളത് സ്റ്റുഡൻസ് നെയിം എന്നാക്കുകയാണ്. എൻറ്റർ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഫോൺ സൈസ്, അതായത് ഇത് ഫോർമാറ്റ് ചെയ്യാമെന്ന് പറയും, നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫോൺ സൈസ് ഒരു ഹെഡിങ് ആണല്ലോ, അപ്പോൾ അതൊരു കുറച്ചുകൂടി വലുതാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റും ആരോ കീസും യൂസ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് റൈറ്റിലേക്കാണെങ്കിൽ റൈറ്റ് ആരോ, ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റ് ആരോ, ഡൗണിലേക്കാണെങ്കിൽ ഡൗൺ ആരോ, അപ്പിലേക്കാണെങ്കിൽ അപ്പ് ആരോ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇത് ഞാൻ പറയുന്നത് ഒട്ടും അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പോർഷനിൽ ഇവിടെ കണ്ടോ, ഇതാണ് ഫോണ്ട് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി, പല രീതിയിലുള്ള ഫോൺസ് കൊടുത്തിട്ടുണ്ട്. ഏത് ഫോണ്ടാണോ നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ടൈംസ് ന്യൂ റോമൻ സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 11 സൈസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 14 സൈസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒക്കെ സൈസ് ചേഞ്ച് ചെയ്യുക, ഫോണ്ട് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫോണ്ട് സെലക്ട് ചെയ്യുക. അതുപോലെ ഫോണ്ടിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വന്നിട്ട് ഇപ്പോൾ എനിക്ക് ഈ ഹെഡിങ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 4 ഹെഡിങ്ങും ആ കോളത്തിനകത്ത് അല്ലെങ്കിൽ ആ സെല്ലിനകത്ത് സെൻട്രലൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ഇതുണ്ട്, ഇതാണ് അലൈൻമെൻറ്റ്. ഇത് ലെഫ്റ്റ് അലൈൻമെൻറ്റ്, ഇത് സെൻറ്റർ അലൈൻമെൻറ്റ്, ഇത് റൈറ്റ് അലൈൻമെൻറ്റ്. സെൻറ്റർ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സെൻട്രലൈസ് ചെയ്തോളും. ഓക്കെ, ഇനി ഇത് ബോൾഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ B ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ സെലക്ട് ചെയ്ത ആ ഒരു പോർഷന് അണ്ടർലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ U ക്ലിക്ക് ചെയ്താൽ മതി. I എന്ന് പറയുന്നത് ഇറ്റാലിക്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് I ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ബോൾഡ് വേണമെന്നുണ്ടെങ്കിൽ ബോൾഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ മതി, അത് മാറിക്കോളും. അത് പോകാൻ വേണ്ടി, അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, കളറിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഫോണ്ടിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ബ്ലാക്കാണ് ആക്റ്റീവായി നിൽക്കുന്നത്, ഓട്ടോമാറ്റിക് കളറ്.
ഇനി നമുക്ക് വേറെ ഏതെങ്കിലും കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി വീണ്ടും അത് പഴയതിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് ഫോർമാറ്റിങ്ങിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഫോണ്ട് ചേഞ്ച് ചെയ്യുക, ഫോണ്ടിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുക, പിന്നെ ബോൾഡ്. ഇപ്പം ഈ കൊടുത്തിരിക്കുന്ന ഹെഡിങ് ബോൾഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പോർഷൻ സെലക്ട് ചെയ്യുക, ഹെഡിങ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഈ ബി ക്ലിക്ക് ചെയ്താൽ മതി, ബോൾഡായിരിക്കും. അതുപോലെ അണ്ടർലൈൻ വേണമെന്നുണ്ടെങ്കിൽ യു ക്ലിക്ക് ചെയ്താൽ മതി. ഇതെല്ലാം ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പോർഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ടുള്ള ഒരു ഫോർമാറ്റിംഗ് രീതിയാണ് നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഈ ഒരു പാർട്ടിൽ സേവ് ചെയ്യുന്നത് കൂടി പറയാം. ഞാനിപ്പോൾ ഇതിൽ കുറേ ഡാറ്റാസ് എൻ്റർ ചെയ്തു, ടൈപ്പ് ചെയ്തു. ഇനി നമുക്കത് സേവ് ചെയ്യണം, എന്നാലേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ ക്ലിക്ക് ചെയ്യുക, അതിൽ സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എവിടെയാണോ സേവ് ചെയ്യേണ്ടതെന്ന് പറയാം. ഞാനിപ്പോൾ ഇതിൽ ഡോക്യുമെൻറ്റ്സിലാണ് സേവ് ചെയ്യുന്നത്. ഇവിടെ ഡോക്യുമെൻറ്റ്സിൽ പേര് കൊടുക്കാം. ഈ ഒരു ബോക്സിനകത്ത് ബുക്ക് 1 എന്നാണ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് പേരെന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ഞാനിപ്പം സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ക്ലാസ് 1 എന്ന് കൊടുത്തു. ഇനി സേവ് ആവണം എന്നുണ്ടെങ്കിൽ സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോഴാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് സേവ് ആയത്. ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ ഡോക്യുമെൻറ്റ് സേവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ക്ലാസ് 1 എന്നാണ് ആ ബുക്ക് 1 എന്നുള്ള സ്ഥാനത്ത് വന്നിട്ടുള്ളത്. നമ്മൾ ഏത് പേരാണോ കൊടുത്തിട്ടുള്ളത് അത് കാണിക്കും അവിടെ. ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അതുകൂടി അതിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകിൽ ഫയലിൽ സേവ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സേവ് എന്നുള്ള ഐക്കൺ കാണും, ഇവിടെ സേവ് ഐക്കൺ കാണും. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതുകൂടാതെ പിന്നെ ഒരു കീ ഉണ്ട്, ഷോർട്ട് കട്ട് കീസ് പറയുമ്പോൾ അത് ഞാൻ പറയാം. ഇത്രയൊക്കെയാണ് ഞാനിന്ന് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഡേ വന്നിട്ട് സെയിം ഫയലിനകത്ത് തന്നെ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ ഇതിപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തു, ഇതിൽ തന്നെ ഞാൻ ക്ലോസ് കൊടുത്തു. ഇതിൽ വരുത്തിയ ചേഞ്ചസ് സേവ് ചെയ്യണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് കൊടുക്കുക. ഇപ്പം ഈ ചേഞ്ചസ് ഈ ടൈപ്പ് ചെയ്തത് ഇതിലേക്ക് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡോൺ സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഡേ വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് ഈ സെയിം ഫയലിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ ഓപ്പൺ എടുക്കുക. ഓപ്പണിൽ ഏത് ഫോൾഡറിലാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് ആ ഫോൾഡർ നമുക്ക് ഒന്നുകിൽ ബ്രൗസ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടെടുക്കാം, അല്ലെങ്കിൽ ദിസ് PC എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടെടുക്കാം. ചിലപ്പം ഡയറക്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇതിലിപ്പം ഫസ്റ്റ് വന്നിട്ടുള്ളത് ആ ഒരു ഫയൽ തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ സെയിം ആ ഫയലിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള കണ്ടൻസ് നമ്മൾ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ സേവ് കൊടുക്കുക. അതിൽ വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യുന്നത് വീണ്ടും അതിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഒരു ഐക്കണുണ്ട് സേവ് എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ Ctrl+S കൊടുത്താൽ മതി കേട്ടോ. കീബോർഡിൽ Ctrl+S കൊടുത്താലും സേവ് ആകും. പിന്നെ സെയിം ഫയലിൽ തന്നെ വീണ്ടും വർക്ക് ചെയ്യണം. ഇത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് എടുക്കുമ്പോൾ അതിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ ഓപ്പൺ കൊടുത്താൽ മതി. ഓപ്പൺ കൊടുത്തിട്ട് നമ്മൾ ഏത് ഫയൽ നെയിമിലാണോ സേവ് ചെയ്തത് ആ ഫയൽ നെയിം സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ സെയിം ഫയലിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് പഠിച്ചത്. സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് എക്സലിൽ പഠിച്ചത്. അത് ഒട്ടും അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് വേണ്ടിയാണ് നമ്മൾ എടുത്തത്. ഇതൊക്കെ കൂടുതൽ പേർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.